ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിൻ ബ്രേക്കർ സീസൺ 2 എപ്പിസോഡ് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫസ്റ്റ് സീസൺ അവസാനിച്ചത് നമ്മുടെ സക്കുറയും കൂട്ടരും നമ്മുടെ സക്കുറയുടെ ഒരു കൂട്ടനുണ്ട്. അവരുടെ കഥയൊക്കെ നമുക്ക് ഇച്ചിരി അങ്ങോട്ട് മറന്നു പോട്ടെ, കഥയും കഥാപാത്രങ്ങളൊക്കെ ഇച്ചിരി മറന്നു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു കഥ നമ്മൾ സക്കുറയും കൂട്ടരും നമ്മൾ പുറത്തുള്ള ഏതൊരു ഗ്യാങ്ങിനെ തല്ലാൻ പോകുന്നതാണ്. സക്കുറയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ ആ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ കൂട്ടുകാരനെ രക്ഷിക്കാനായിട്ട് ആ ഗ്യാങ്ങിനെ തല്ലാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതുവരെയാണ് സീസൺ 1 അവസാനിച്ചത്. ഇപ്പൊ സീസൺ 2 എപ്പിസോഡ് 1 ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ബാക്കിയുള്ള സംഭവവികാസങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. നമുക്ക് അതിന്റെ വീഡിയോയിലോട്ട് പോവാം. അതന്നെ തല്ലാൻ വരും കേട്ടാ. ആ സ്കൂളിലോട്ട് പോവാ. ഒന്ന് ഡിക്ഷണറി നമ്മുടെ ഓരോ ആൾക്കാരെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. കീൽ, ഡ്രാഗൺ സ്കെൽറ്റൻ, അവരുടെ ലോകം, അവരുടെ ജാക്കറ്റിന്റെ ഉള്ളിലെ ലോകം. അവര് ക്രിമിനൽ ആക്ടിവിറ്റിയോട്ടുള്ളവരല്ലേ? ഹൈസ്കൂള് പിള്ളേരാ ഇവരൊക്കെ, നോക്കണേ. സക്കുറയുടെ ആ വൈറ്റും ബ്ലാക്കും ഉള്ള മുടി, ആ ഒരു ഹെയർ സ്റ്റൈല്, ആ കണ്ണ് അതുപോലെ തന്നെ പ്രത്യേക തരം ഔട്ട്ഫിറ്റ്. സക്കുറ പഴയ ആള് തന്നെ, മുന്നിൽ വരുന്നതിനൊക്കെ അടിച്ച് തൂക്കാന്നുള്ള രീതിയിലാണ്. ഹാർബറോ, ഒരാളെ ആക്രമിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാരാണ് വരുന്നത്. കീൽ ആണ് അവരുടെ ഗ്യാങ്ങിന്റെ പേര്. ഗ്യാങ്ങിന്റെ ആണോ സ്കൂളിന്റെ ആണോ? ഇതിലെ കഥ മൊത്തം മറന്നതായത് പറഞ്ഞേ, ഒരു പിടുത്തമില്ല. ഏകദേശം ഒക്കെ ഒരു രൂപമുണ്ട്. അവരവിടെ എത്തിയിട്ടാ, ഡെസ്റ്റിനേഷനിലെത്തി. കീൽ ബേസ്, ഒരു ഡ്രാഗൺ സ്കെൽറ്റനൊക്കെ വെച്ചുള്ള ഒരു പെയിന്റിങ് മോമൊക്കെ വെച്ചിട്ടുണ്ട്. ക്ലാസ് മൊത്തം ഉണ്ടല്ലേ, കൂട്ടിയിട്ടേക്കുന്ന. കടിക്കാ. ഇവന്റെ പേരെന്തായിരുന്നു, മറന്നുപോയല്ല. സുജിഷ്ട, എന്തൊക്കെ പേരല്ലേ. ചവിട്ടാൻ പോണോ? ചവിട്ടി പിടിക്കോ? തുറന്നല്ലേ. ഓക്കേ, ഗ്യാങ്, കീലിന്റെ ഗ്യാങ്, കീൽ ഗ്യാങ്. നഗാത്തോ, നഗാത്തോടെ കൂട്ടുകാരനാണ് ഈ കിടക്കുന്നത്. എന്റെ പേരെന്താ? എന്റെ പേരാണല്ലോ, എന്റെ കീലിന്റെ ആ കൂട്ടത്തിലുള്ള ആളുടെ പേരാണ് നഗാത്തോ. മൊത്തത്തിൽ അങ്ങോട്ടൊരു മിക്സ്ഡ്. അവനാണ് മെയിൻ പുള്ളി. സക്കുടാറ് ഓറ കണ്ട നോക്കിയേ. മെയിൻ ഫൈറ്റേഴ്സ്. കീലിന്റെ ആൾക്കാര് ബേസ്ബോളിന്റെ ബാറ്റൊക്കെ ആയിട്ടാ വരുന്നത്. മാട്ട അടി അടിക്കണം. കുറച്ച് ആൾക്കാരെ ഒരു പട മൊത്തം ഉണ്ടാവുമാര്. കൊറിയൻ ആൾക്കാര് പെട്ട്. 3-4 പേരൊക്കെയല്ലേ അടിച്ചിടാന്ന് ഒറ്റയ്ക്ക്. സുഗിഷ്ട, ആള് ഉമ്മമിയുടെ ഫാനല്ലേ സുജിഷ്ട. റോൾ മോഡൽ ആക്കി വെച്ചേക്കും. സക്കുറ ഒറ്റയ്ക്ക് നേരിട്ടോളാന്ന്, എല്ലാരും മാറിയിരിക്കാന്ന്. ആ ഒരു കോൺഫിഡൻസ് കൊള്ളാം.
カーだって一人じゃやらねえだろ。キューちゃん一人でいい格好するのはいいんじゃねえぞ。俺らを誰だと思ってやがる。へえ。ഓ空気が変わったな。ആ വൈബ് മൊത്തത്തിൽ മാറി. എല്ലാരും സീരിയസ് മോഡിലോട്ടാണ്, തമാശയൊക്കെ മാറ്റി. ഓ ഓ തുടങ്ങി. ആ ഓട്ടം കണ്ട, ടോക്കിയോ റേഞ്ചേഴ്സിൽ ഇതുപോലത്തെ ഒരു ഓട്ടാ ഗ്യാങ് തമ്മിൽ. ഓ തുടങ്ങി ഫുള്ളിട്ടി. ഇടിച്ചത് അമ്മാര് വടിയും കമ്പും ബാറ്റും ഒക്കെ ആയിട്ടാ വന്നേക്കുന്നത് അടിക്കാനായിട്ട്. ഓ ഓ ആ അനീതിയായിട്ട് ഇമാരി ബാറ്റൊക്കെ കൊണ്ടുവരുന്നത്. അടിക്കുകയാണെങ്കിൽ കൈ വെച്ചടിക്കണം. ഉമ്മരൊക്കെ വലിച്ചിടുക മറ്റവന്മാരൊക്കെ. ഓനല്ലേ കരാട്ട കുംഫു എല്ലാം കൂടെ ഉള്ളവൻ. ഓ നീരെ ആ ഓരോരുത്തരുടെ ക്യാരക്ടർ ഇങ്ങനെ പേര് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്ന. ഓ ഓ സക്കുറ സക്കുറ വലിച്ചിടുകയല്ല അതിനെ. ഓ ചക്കര മനസ്സിലായി, ഈ 5 പേരാണ് മെയിൻ എന്ന്. അൻസായി അതന്നെ, അൻസായുടെ കൂട്ടുകാരൻ നഗാത്തോ. ഓ അവർക്ക് വഴിയൊരുക്കി കൊടുത്ത്. എങ്ങനെ നഗാത്തോനെ രക്ഷിക്കണം. അവരാണ് ഒരു ബെസ്റ്റ് ഫ്രണ്ട്സാ അൻസായി നഗാത്തോ. ഓ ഓ മിസ്സായി മിസ്സായി, കൊള്ളണില്ല. ഓ തടഞ്ഞ്. തൂക്കിന്ന് ചോര തെറിപ്പിച്ച് കിട്ടി. ഓ അട്ടിച്ച് തറ ഇട്ടട്ടാ, സ്റ്റെപ്പിന്ന് കടച്ച് മറച്ചൊക്കെയാ വരുന്നത്. നീ വരുന്നു ബാറ്റ് വെച്ച്. ഓ പൈപ്പ്, ഇരുമ്പിന്റെ പൈപ്പ് ഇട്ടൊക്കെയായിട്ട് വരുന്നു. ഏ ഓ അവരുടെ ടോപ്പ് ഫൈറ്റേഴ്സ്, കീലിന്റെ ടോപ്പ് ഫൈറ്റേഴ്സും ബൊഫറിന്റെ ടോപ്പ് ഫൈറ്റേഴ്സും ആയിട്ടുള്ള ഫൈറ്റ്. ഓ എല്ലാത്തിനും ഓരോ ആറ്റിറ്റ്യൂഡ് അല്ല. 5 ഫൈറ്റേഴ്സിനെ നേരിടാൻ 5 ബെസ്റ്റ് ഫൈറ്റേഴ്സ്. ഇതേപോലൊരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. റൗണ്ട് 2 ഓ ഒഴിഞ്ഞു മാറുമല്ല, തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നില്ല. പേര് ഓ ആൾക്ക് വടി കൊണ്ട കൈ കൊണ്ടോ ഒന്നും പ്രശ്നമില്ല. ഇങ്ങോട്ട് വരുന്നവരെ അടിച്ച് തല്ല. ആള് മറ്റേ നീളം വടിയും മറ്റേ ഇരുമ്പ് തണ്ടൊക്കെ ചുറ്റിയിട്ടൊക്കെയാ വരുന്നത്. ഓ പെണ്ണെന്ന്. ആളൊരു കാമൻ ക്വയറ്റും കൂടെ. അത് ഞാൻ സംസാരിക്കത്തൊന്നുമില്ല, കിട്ടിയൊരു പൊളപ്പനിക്കാട്ടാ. ഓ മറ്റേ കരാട്ട. ഓ ഓ ആൾക്ക് അധിക ചുമതലയുണ്ട്, നിരേനെ പ്രൊട്ടക്ട് ചെയ്യണം. ബൊഫറിന്റെ ആൾക്കാർ പെട്ട്, കാരണം താരതമ്യേന ഇവരെക്കാട്ടി ആൾക്കാർ കൂടുതലാണ് അവര്. ഓ ഓലൊക്കെ പൊട്ടിച്ചിരിക്കുക. ഓ
സക്കുറാനെ അനങ്ങാനും സമ്മതിക്കുന്നില്ല. ചെകുത്താന്റെ കടലിന്റെ നടുക്ക് പെട്ടൊരവസ്ഥ. ഓ ഓ പുറകീന്നടിച്ച് ചതി. ഓ ചോര ചോര ഒഴുകി. ഓ ഗോഫറിന്റെ ടോപ്പ് ഫൈറ്റേഴ്സിന് ട്രാപ്പായി കിടക്കുന്നോണ്ട് മറ്റവരൊക്കെ അടിച്ച് കൂറുവാണ്. എന്താ ഇവൻ ഇങ്ങനെ ഒരു സൈക്കോ മോഡല്. ഓ ഓ ഇവനാണ് പേടിച്ച് നിൽക്കുന്നില്ല. ആളൊരു പഞ്ചപാവാണ്. ഓ ഓ ആള് സീരിയസ് മോഡിലോട്ടാട്ടോ. ആൾക്ക് എങ്ങനെ ഇവരെ സഹായിക്കണം എന്നുള്ള മട്ടില്ല. ഓ ആളോടി. ഓ ഓ ആളെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. പരമാവധി ആൾക്കാരെ പിടിച്ചു നിർത്താന്നുള്ള വഴിയേ ഉള്ളൂ. ഓ ഓ ചെവിക്കല് നോക്കിയൊന്ന് കൊടുത്ത്. ഓ പൊട്ടി. സക്കുറ. ഓ എന്താ സംഭവിച്ച? സെക്കൻഡ് ഏസ്. ഓഫറിന്റെ സെക്കൻഡ് ഏസ്. അതാണ് സെക്കൻഡ് ഏസ് വന്ന്. സെക്കൻഡ് ഏസ് വന്ന്. നീ കളി മാറി കളി മാറി. കാച്ചി കാച്ചി. ഓ ആളുടെ ആറ്റിറ്റ്യൂഡ് അല്ലേ. ഹെഡ്ഫോണ് കാച്ചി. ഓ ലോലിപോപ്പ്. ആളൊരു മോൺസ്റ്റർ ആണെന്നാണ് പറയണത്. സെക്കൻഡ് ഇയേഴ്സ്. ഓ ചെക്കന്റെ സംസാരം കേട്ട് അവിടെ ഉള്ളവരൊക്കെ പേടിച്ചിരിക്കുന്നു. ഒരു അത്രയ്ക്ക് ഫേമസാ. ടോപ്പ് ഫൈറ്റർ ആണെന്ന് തോന്നുന്നല്ലേ. ഓ പോയിന്റ് പോയിന്റ്. ഓ അവന്മാര് പേടിച്ചിരിക്കുന്നുട്ടാ. അനങ്ങാൻ പറ്റുന്നില്ല. അനങ്ങുന്നില്ല. വിരട്ടല് 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 വിരട്ടല്. വേറെ വഴിയില്ല. ഓ ഓ ഒറ്റ ചവിട്ടിന് 3-4 പേരൊക്കെ അടിച്ച് പറത്തണത്. ഓ വേറെ ബോഡി ഗാർഡ് പോലെ കേട്ടാ ബാക്കി രണ്ടുപേരും. ഓ അവന്റെ ഓറ കാജിയുടെ ഓറ. ഓ കാജിയുടെ ഓറ ഓറ.
ആറ്റിറ്റ്യൂഡ് കണ്ടാ あいつをぶっ飛ばすことしか頭にねえだろ。当たり前だろうが。 ഇത്രയൊക്കെ കുത്തിമറിട്ട് അവന്റെ ഹെഡ്സെറ്റ് തറയെ പോയിട്ടില്ല. കടയെ ചോദ്യമില്ല. ഓ അടിച്ച バカかてめえは。あいつに気を取られているせいで。ああ。えあんたのそばに行けてない。お前がまずやらなきゃなんねえことはなんだ。何が急所だ。 ഓ よく見て助けてやってほしい。 ഒരു ലീഡറിന്റെ ആദ്യ ക്വാളിറ്റി കൂടെയുള്ളവരെ സംരക്ഷിക്കുക. でもあいつを許せない。 സകുറക്ക് കുറ്റബോധം. 俺もだ。殴ってきてやる。 ഓ てめえ。顔面に ഓ മോന്തടിച്ച് പൊളിക്കണോ സക്കുറക്ക് അവന്റെ 10 വെട്ടോ. ഓ ഇത് ഇങ്ങനൊരു സൈക്കോ തീർന്നില്ല ഇത്. ഏ なんなんだこのざま。 സ്വയം അടിക്കുന്നു. ഓ すぎて笑えねえ。何。 悪いけど。 സക്കുറ സീരിയസ് ആയി. ഇനി ഒഴിഞ്ഞു മാറലൊന്നുമില്ല. ഓ തീർന്നു. കൊള്ളായിരുന്നു. അത്യാവശ്യം ഡീസന്റ് ഒരു എപ്പിസോഡായിരുന്നു. അവിടെ ഒന്നും ലാഗ് ആക്കിയില്ല. സെക്കൻഡ് സീസൺ എങ്ങനെയാണ് ഫസ്റ്റ് സീസൺ എങ്ങനെയാണ് അവസാനിച്ചത് അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ സെക്കൻഡ് സീസൺ തുടങ്ങിയിട്ടുണ്ട്. ആ തുടക്കം തന്നെ അടിയാണ്. ഇപ്പോൾ ഇതുവരെയാണ് ഈ ഒരു ബ്രേക്കിലാണ് എത്തി നിൽക്കുന്നത്. ഇനി അടുത്ത എപ്പിസോഡിലായിരിക്കും ഇനി എന്താണ് സംഭവിക്കാൻ പോവുക. ഇനി ഉമ്മമിയൊക്കെ വരുമോന്ന് അറിയത്തില്ല. എന്തായാലും കൊള്ളാം. ഇനി അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്തായാലും നമ്മുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.